സാധാരണക്കാരെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗം കേട്ടിട്ടില്ലേ? ഈ സാധാരണക്കാരനാക്കുന്നതാണ്. ഒരിക്കലും ഒരു സൃഷ്ടാവ് ഒരു മോശം പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇത്രയെല്ലാം ചെയ്യാവുന്ന ഒരു ശക്തിക്ക് ഒരിക്കലും ഒരു മോശം പ്രോഡക്റ്റ് ഉണ്ടാക്കത്തില്ല. ആ ഓരോ ആൾക്കാരും അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റുന്ന ആളായിട്ടാണ് ജനിക്കുന്നത്. അതിനുശേഷം നമ്മളെ പ്രോഗ്രാം ചെയ്യുന്ന നമ്മുടെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ടീച്ചർമാരും ഒക്കെ കുറേ ആൾക്കാർ പ്രോഗ്രാം ചെയ്ത് ഇത് നമ്മൾ ഓർഡിനറി ആവാനങ്ങ് തീരുമാനിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങൾ കുഞ്ഞാനകളെ എവിടെയെങ്കിലും കെട്ടിയിട്ടിരിക്കുന്നുണ്ടോ ശ്രദ്ധിച്ചു? വലിയ തൊടലിനാണ് കെട്ടിയിടുന്നത് കുഞ്ഞാനെ. വലിയ ആന ചെറിയ തൊടലിനോ ചിലപ്പം തൊടൽ പോലും ആവശ്യമില്ല, ചുമ്മാ ഒരു പ്ലാസ്റ്റിക് കയർ എടുത്തിട്ട് ഒരു വാഴ കെട്ടിയിട്ടാൽ അവിടെ നിൽക്കും. അല്ലെങ്കിൽ അത്ര ചെറിയ വളരെ ബലം കുറഞ്ഞ വാഴയെന്ന് ഞാൻ എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഒരു വളരെ ചെറിയ ഒരു ബലമില്ലാത്ത ഒരു മരത്തേൽ കുറ്റിയെ കെട്ടിയാലും നിൽക്കും. കാരണം എന്താണ്? ഈ ആന കണ്ടീഷൻഡായി, എന്നെക്കൊണ്ട് ഇത് പൊട്ടിക്കാൻ പറ്റിയാലെന്ന് ആന കണ്ടീഷൻഡായി അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. പിന്നെ അവൻ ശ്രമിക്കത്തേ ഇല്ല. ഒരു കുഞ്ഞാന ശ്രമിക്കും, കാരണം അവനിത് അറിയാൻ മേല, അവന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും എന്നൊരു വിശ്വസിക്കുന്നതുകൊണ്ട് അവന് കെട്ടിയിട്ടിരിക്കുന്ന കെട്ട് പൊട്ടിക്കാൻ, ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കും. വലിയ ആനകൾ ശ്രമിക്കാറില്ല. വലിയ ആന മതം പൊട്ടുന്ന സമയത്ത് മാത്രമേ അവൻ അബ്നോർമൽ ആകുന്ന സമയത്ത് ശ്രമിക്കാറുണ്ട്. നോർമൽ ആണെങ്കിൽ കൂടുതൽ ആനകൾ ശ്രമിക്കാറില്ല. കാരണം അവർ കണ്ടീഷൻഡായി, പാപ്പാന്മാർ കണ്ടീഷൻ ചെയ്തെടുക്കുന്നതാണ്. ഇതുപോലെ തന്നെ സൊസൈറ്റി നമ്മളെ കണ്ടീഷൻ ചെയ്തെടുത്തിരിക്കുന്ന നീയൊക്കെ ഓർഡിനറി സാധാരണക്കാരെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗം കേട്ടിട്ടില്ലേ? ഈ സാധാരണക്കാരനാക്കുന്നതാണ്.